കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് സെൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതേപോലെ ക്ലോസ് പാക്കിങ്ങും ഡിസ്കസ് ചെയ്തു. ക്ലോസ് പാക്കിങ് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതേപോലെ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്താണെന്നും പറഞ്ഞു. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 രീതിയിൽ വരുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഉണ്ട്, 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 3 ഡയമെൻഷണൽ പാക്കിംഗ് ആണ്. 3 ഡയമെൻഷണൽ പാക്കിംഗ് 2 രീതിയിലാണ് വരിക. 3 dimensional close packing from 2 dimensional square close packed layers and 3 dimensional close packing from 2 dimensional hexagonal close packed layers. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 dimensional close packing from 2 dimensional square close packed layers ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരിക നോക്കാം. While placing the second square close packed layer above the first, we follow the same rule that was followed when one row was placed adjacent to the other. അവിടെ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷണൽ പറഞ്ഞിരുന്നു അത് എ ടൈപ്പ് പാക്കിംഗ് ആണ്. ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സെക്കൻഡ് ലെയർ വരിക, അതുപോലെ തേർഡ് ലെയറും വരും. ഈ ഒരു പാക്കിങ്ങിലും 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 dimensional square close പാക്കിങ്ങിലും ഇതേ പാറ്റേൺ ആണ് വരിക. The second layer is placed over the first layer such that the spheres of the upper layer are exactly above those of the first layer. ഫസ്റ്റ് ലെയറിൻ്റെ നേരെ മുകളിലാണ് സെക്കൻഡ് ലെയേഴ്സിൻ്റെ സ്ഫിയേഴ്സ് വരിക. In this arrangement, spheres of both the layers are perfectly aligned horizontally as well as vertically. ഫസ്റ്റ് ലെയറിൻ്റെ സ്ഫിയർ നിൽക്കുന്നതിൻ്റെ നേരെ മുകളിലായിരിക്കും സെക്കൻഡ് ലെയറിൻ്റെ സ്ഫിയർ നിൽക്കുക. സിമിലർലി വി മേ പ്ലേസ് മോർ ലെയേഴ്സ് വൺ അബവ് ദ അതർ ഇഫ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സ്ഫിയർ ഇൻ ദ ഫസ്റ്റ് ലെയർ ഈസ് എ ടൈപ്പ്, ഓൾ ദ ലെയേഴ്സ് ഹാവ് ദ സെയിം അറേഞ്ച്മെൻറ്റ്. Thus, this lattice has a type pattern. The lattice thus generated is simple cubic lattice and its unit cell is primitive unit cell. അപ്പോൾ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് 3 ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു പാറ്റേൺ വരിക. അതിനെയാണ് നമ്മൾ എ പാറ്റേൺ എന്ന് പറയുന്നത്. 3 dimensional close packing from 2 dimensional square close പാക്കിങ്ങിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് ലെയർ ആണ് ഇത്. അതിൻ്റെ ഈ ഫസ്റ്റ് ലെയർ ആണ് ഇത്. അതിൻ്റെ നേരെ മുകളിലാണ് സെക്കൻഡ് ലെയർ വരുന്നത്. ഫസ്റ്റ് ലെയറിലെ സ്ഫിയറിൻ്റെ നേരെ മുകളിലാണ് സെക്കൻഡ് ലെയറിൻ്റെ സ്ഫിയർ വരിക. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അതിൽ നമ്മൾ ഒരു ക്യൂബിക് അറേഞ്ച്മെൻ്റ് ആണ് ഇതിന് വരുന്നത്. അതന്നെ സിമ്പിൾ ക്യൂബിക് അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ക്യാൻ ബി ജനറേറ്റഡ് ബൈ പ്ലേസിങ് ലെയേഴ്സ് വൺ ഓവർ ദി അതർ. അപ്പോൾ ഇത് സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ 2 ഡയമെൻഷണലിനെ 3 ഡയമെൻഷണൽ ആയിട്ട് പാക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു എ പാറ്റേൺ ആണ് വരിക. നെക്സ്റ്റ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയേഴ്സ്. അതിൽ 2 രീതിയിലാണ് നമ്മൾ ഈ ഒരു പാക്കിങ് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് പ്ലേസിങ് സെക്കൻഡ് ലെയർ ഓവർ ദ ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയറിനെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ വെക്കുന്ന 2 രീതിയിലാണ് വരുന്നത്. അപ്പോൾ വെനെവർ എ സ്ഫിയർ ഓഫ് സെക്കൻഡ് ലെയർ ഈസ് എബവ് ദ void of the first layer, a tetrahedral void is formed. അവിടെ ഒരു tetrahedral void ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ പ്ലേസിങ് സെക്കൻഡ് ലെയർ ഓവർ ദ ഫസ്റ്റ് ലെയർ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ടെട്രാഹിഡ്രൽ വോയിഡ് കിട്ടും. ആ ടെട്രാഹിഡ്രൽ വോയിഡിൻ്റെ മുകളിലാണ് പ്ലേസ് ചെയ്യുക. These voids are called tetrahedral voids because a tetrahedron is formed when the centers of these 4 spheres are joined and they have been marked as T. അതിന് നമ്മൾ T എന്ന രീതിയിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ലെയർ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലെയർ എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ലെയറാണിത്. അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വരുമ്പോൾ ഈ ഫസ്റ്റ് ലെയർ നമ്മൾ ഒരു ഡോട്ടഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ലെയറിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കാണാം. അതിനെയാണ് നമ്മൾ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സ്ഫിയർ, ഈ സ്ഫിയർ, അതിൻ്റെ നേരെ താഴെ വേറൊരു സ്ഫിയർ വരും. അതിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസിനെയാണ് ടെട്രാഹിഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്.
At other places, the triangular void in the second layer are above the triangular void of the first layer. The triangular void of these do not overlap. One of them has the apex of the triangle pointing upwards and the other downwards. These voids have been marked as O. അതിനെയാണ് നമ്മൾ octahedral voids എന്ന് പറയുന്നത്. Such voids are surrounded by 6 spheres and are called octahedral voids. അതിനെയാണ് നമ്മൾ octahedral voids എന്ന് പറയുന്നത്. The number of these two types of voids depend upon the number of close packed spheres. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ let the number of close packed spheres be n, then the number of octahedral voids generated will be n. അപ്പോൾ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്ഫിയേഴ്സിലുള്ള ക്ലോസ് പാക്ഡ് സ്ഫിയേഴ്സിലുള്ള നമ്പർ ഓഫ് സ്ഫിയേഴ്സിൻ്റെ എണ്ണം തന്നെയാണ് അതിൻ്റെ octahedral voidsൻ്റെ എണ്ണം എന്ന് പറയുന്നത്. The number of tetrahedral voids generated is equal to 2n. അതിൻ്റെ ഇരട്ടി നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ പ്ലേസിങ് ദ സെക്കൻഡ് ലെയർ ഓവർ ദ ഫസ്റ്റ് ലെയർ, അവിടെ നമ്മൾ ഡിപ്രഷൻസിലാണ് ഈ സെക്കൻഡ് ലെയറിനെ പ്ലേസ് ചെയ്യുക. ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ് ഇവിടെ നിങ്ങൾക്ക് ആ പിക്ചറിൽ ക്ലിയർ ആണ്. ടി എന്ന് കൊടുത്തത് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്, ഒ എന്ന് കൊടുത്തത് ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്. ടി വരുന്നത് എങ്ങനെയാണ്? ഇവിടെ 3 സ്ഫിയർ മുകളിൽ വരുന്നുണ്ട്. ബോൾഡായിട്ട് വരച്ചതാണ് മുകളിൽ വരുന്ന സ്ഫിയേഴ്സ്. അതിൻ്റെ താഴെ ഒരു ലൈറ്റ് കളറിലൊരു സർക്കിൾ കാണാം, അത് അതിൻ്റെ നേരെ താഴെയാണ് വരിക. അപ്പോൾ ഈ 3 സ്ഫിയേഴ്സ് മുകളിലും ഒരു സ്ഫിയർ താഴെയും വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഗ്യാപ്പാണ് വരിക, ഒരു ടെട്രാഹെഡ്രൻ ഷേപ്പാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഫിയർ, അതേപോലെ ഈ സ്ഫിയറും അത് താഴത്തെ ലെയറിലുള്ള സ്ഫിയേഴ്സ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഈ സ്ഫിയർ ബോൾഡായിട്ട്, അത് സെക്കൻഡ് ലെയറിലെ സ്ഫിയർ ആണ്. ഇത് ബോൾഡായിട്ട് കാണുന്നത് സെക്കൻഡ് ലെയറിൽ, ഇതും ബോൾഡായിട്ട് കാണുന്നത് സെക്കൻഡ് ലെയറിലെ സ്ഫിയർ ആണ്. അപ്പോൾ ഈ ഒരു 3 ലെയേഴ്സ് മുകളിലും വരും, 3 സ്ഫിയേഴ്സ് മുകളിലും വരും, 3 സ്ഫിയേഴ്സ് താഴെയും വരും. അത് രണ്ടും കൂടി ചേരുമ്പോൾ ടോട്ടൽ 6 സ്ഫിയേഴ്സ് ആണ് ഇവിടെ വരിക. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ 4 സ്ഫിയേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എംപ്റ്റി സ്പേസിനെയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിച്ചത്. എന്നാൽ ഇവിടെ 6 സ്ഫിയേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എംപ്റ്റി സ്പേസിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ഇവിടെ വിശദമായി നോക്കാം. ഈ ഒരു ക്ലോസ് പാക്കിങ്ങിൽ ഇവിടെ ഇതാണ് നമ്മളുടെ 3 സ്ഫിയേഴ്സ്, അതിൻ്റെ മുകളിൽ 4ാമത്തെ സ്ഫിയർ വരും. ഇവിടെയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് വരിക. എന്നാൽ ഈ ഒരു പാക്കിങ്ങിൽ ഈ ഒരു സ്ഫിയർ മുകളിൽ വരും, ഈ 3 സ്ഫിയേഴ്സ് മുകളിൽ വരും, ബാക്കി 3 സ്ഫിയേഴ്സ് താഴെ വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, പ്ലേസിങ് ദ തേർഡ് ലെയർ ഓവർ ദ സെക്കൻഡ് ലെയർ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ ഒരു അറേഞ്ച്മെൻറ്റ് പറഞ്ഞിരുന്നു, പ്ലേസിങ് ദ തേർഡ് ലെയർ ഓവർ ദ സെക്കൻഡ് ലെയർ. അത് 2 രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ഈസ് കവറിങ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് പ്ലേസിങ് ദ സെക്കൻഡ് ലെയർ ഓവർ ദ ഫസ്റ്റ് ലെയർ. അപ്പോൾ നമുക്ക് എ ബി പാറ്റേണിലാണ് അറേഞ്ച്മെൻറ്റ് വരിക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്ലേസിങ് ദ തേർഡ് ലെയർ ഓവർ ദ സെക്കൻഡ് ലെയർ. അവിടെ നമുക്ക് 2 രീതിയിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം. കവറിങ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്താണെന്നും ഒക്ടാഹെഡ്രൽ വോയിഡ് എന്താണെന്നും കണ്ടതായിരുന്നു. അപ്പോൾ ഈ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ ഫസ്റ്റ് ലെയർ ഫോം ചെയ്തു, അതിൻ്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും കിട്ടുന്നത്. ആ ഒരു ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ടാണ് 3ാമത്തെ ലെയർ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് എ ബി പാറ്റേൺ എന്ന് വിളിക്കാം. ഒന്നുകൂടിയും പറയാം, നമ്മുടെ ഫസ്റ്റ് ലെയർ ഫോം ചെയ്തു, അതിൻ്റെ മുകളിൽ ഡിപ്രഷൻസിലൊക്കെ നമ്മൾ സെക്കൻഡ് ലെയറിനെ വെച്ചു. ആ സമയത്ത് നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡ് കിട്ടി.
ആ ടെട്രാഹിഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ട് നമ്മൾ മൂന്നാമത്തെ ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ ആ മൂന്നാമത്തെ ലെയർ ഫസ്റ്റ് ലെയറിനോട് സിമിലർ ആയിട്ട് നിൽക്കുക. ഫസ്റ്റ് ലെയറിൻ്റെ അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ ലെയറിലെ സ്ഫിയർ. ഇറ്റ് ഈസ് അലൈൻഡ് വിത്ത് ദ സ്ഫിയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ലെയർ. അതുകൊണ്ട് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറാണ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലെയർ ആണെങ്കിൽ അടുത്ത മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് വീണ്ടും എ ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എ ബി പാറ്റേൺ എന്ന് വിളിക്കുന്നത്. അതായത് ടെട്രാഹിഡ്രൽ വോയിഡ് ഓഫ് ദ സെക്കൻഡ് ലെയർ മേ ബി കവേർഡ് ബൈ ദ സ്ഫിയേഴ്സ് ഓഫ് ദ തേർഡ് ലെയർ. In this case, the spheres of the third layers are exactly aligned with those of the first layer. Thus, the pattern of the sphere is repeated at alternate layers. This pattern is often written as AB pattern. This structure is called hexagonal close packed അല്ലെങ്കിൽ HCP structure. This sort of arrangement of atom is found in many metals like magnesium, zinc, etc. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയർ. വീണ്ടും ഫസ്റ്റ് ലെയർ പോലെ തന്നെയാണ് തേർഡ് ലെയർ വരുന്നത്. വീണ്ടും സെക്കൻഡ് ലെയർ പോലെയാണ് ഫോർത്ത് ലെയർ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എ ബി പാറ്റേൺ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാം. HCP ഹെക്സഗണൽ രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലേസിംഗ് ദ തേർഡ് ലെയർ ഓഫ് ദ സെക്കൻഡ് ലെയർ ക്യാൻ ബി ഡൺ ഇൻ അനദർ വേ ഓൾസോ, കവറിങ് ദ ഒക്ടാഹിഡ്രൽ വോയിഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്തു, അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ടെട്രാഹിഡ്രൽ വോയിഡും കിട്ടും, ഒക്ടാഹിഡ്രൽ വോയിഡും കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒക്ടാഹിഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ടാണ് മൂന്നാമത്തെ ലെയർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഫസ്റ്റ് ലെയറിൻ്റെ പോലെയല്ല. ഇറ്റ് ഈസ് നോട്ട് അലൈൻഡ് വിത്ത് ദ സ്ഫിയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ലെയർ. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെയർ ആണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ നാലാമത്തെ ലെയർ വെക്കുമ്പോഴാണ് അത് ഒന്നാമത്തെ ലെയറിനോട് സിമിലാരിറ്റി കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എ ബി സി പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ തേർഡ് ലെയർ മേ ബി പ്ലേസ്ഡ് അബവ് ദ സെക്കൻഡ് ലെയർ ഇൻ എ മാനർ സച്ച് ദാറ്റ് ഇറ്റ്സ് സ്ഫിയേഴ്സ് കവർ ദ ഒക്ടാഹിഡ്രൽ void. When placed in this manner, the spheres of the third layer is not aligned with those of the either first or second layer. This arrangement is called C-type. ഇതിനെയാണ് നമ്മൾ C-type arrangement അല്ലെങ്കിൽ C layer എന്ന് വിളിക്കുന്നത്. Only when the fourth layer is placed, its spheres are aligned with those of the first layer. അപ്പോൾ fourth layerഉം first layerഉം ആണ് സിമിലർ ആയിട്ട് തോന്നുന്നത്. This pattern of layers is often written as ABC pattern. This structure is called cubic close packed, CCP. ഇതിൻ്റെ വേറൊരു ഷോർട്ട് ഫോം ആണ് CCP, cubic close packed എന്ന് വിളിക്കാം, or face centered cubic structure, FCC എന്നും വിളിക്കാം. CCP അല്ലെങ്കിൽ FCC. നേരത്തെ നമ്മൾ കണ്ടത് HCP ആയിരുന്നു, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇതിന് രണ്ട് പേരാണ് വരുന്നത്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് വിളിക്കാം, FCC അല്ലെങ്കിൽ CCP. മെറ്റൽസ് സച്ച് ആസ് കോപ്പർ, സിൽവർ ക്രിസ്റ്റലൈസ് ഇൻ ദിസ് സ്ട്രക്ചർ. കോപ്പർ, സിൽവർ പോലത്തെ മെറ്റൽസ് ഒക്കെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണ്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് ഇതാണ് സെക്കൻഡ് ലെയർ. ഫസ്റ്റ് ലെയറിൻ്റെയും സെക്കൻഡ് ലെയറിൻ്റെയും ഒക്ടാഹിഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ടാണ് തേർഡ് ലെയർ വരിക. അതുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, ഫസ്റ്റ് ലെയറിനോട് സിമിലാരിറ്റി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ABC പാറ്റേൺ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഫോർത്ത് ലെയർ ഈസ് സിമിലർ വിത്ത് ദ ഫസ്റ്റ് ലെയർ. അപ്പോൾ അതിൻ്റെ വേറെ പേരാണ് FCC. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞത്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അത് സിമ്പിളാണ്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഒക്കെ ഒരുപോലെയാണ് വരിക. അതുകൊണ്ട് എ പാറ്റേൺ എന്ന് വിളിക്കാം.
പിന്നെ തേർഡ് ലെയർ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അത് രണ്ട് രീതിയിൽ വരും. പ്ലേസിങ് ദ സെക്കൻഡ് ലെയർ ഓഫ് ദ ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയർ നമ്മൾ ഈ ഫസ്റ്റ് ലെയറിൻ്റെ ഡിപ്രഷൻസിലാണ് സെക്കൻഡ് ലെയർ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വോയിഡ്സ് കിട്ടുക. ടെട്രാഹിഡ്രൽ വോയിഡ്സും ഒക്ടാഹിഡ്രൽ വോയിഡ്സും ആണ് കിട്ടുക. ടെട്രാഹിഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് 4 സ്ഫിയേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുക. ഒക്ടാഹിഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് 6 സ്ഫിയേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുക. പിന്നെ നമ്മൾ പറഞ്ഞത് പ്ലേസിങ് ദ തേർഡ് ലെയർ ഓവർ ദ സെക്കൻഡ് ലെയർ. അത് രണ്ട് രീതിയിൽ ചെയ്യാം. കവറിങ് ദ ടെട്രാഹിഡ്രൽ വോയിഡ്സ്. അപ്പോൾ നമുക്ക് എ ബി പാറ്റേൺ കിട്ടും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കവറിങ് ദ ഒക്ടാഹിഡ്രൽ വോയിഡ്. അപ്പോൾ നമുക്ക് എ ബി സി പാറ്റേൺ ആണ് കിട്ടുക. ഈ രണ്ട് പാറ്റേണിലും നമ്മളുടെ കോർഡിനേഷൻ നമ്പർ ഈസ് 12. ഈ ഒരു സ്ഫിയറിൻ്റെ ഏതെങ്കിലും ഒരു സ്ഫിയറിൻ്റെ നമ്മളുടെ HCP സ്ട്രക്ചർ ആണെങ്കിലും FCC സ്ട്രക്ചർ ആണെങ്കിലും ഏത് സ്ഫിയറിൻ്റെയും കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 12. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഫിയർ ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 6 സ്ഫിയേഴ്സ് ഓഫ് ഇറ്റ്സ് ഓൺ ലെയർ. അതേ ലെയറിലെ 6 സ്ഫിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കും. അതേപോലെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള 3 ലെയേഴ്സും തൊട്ട് മുകളിലുള്ള 3 സ്ഫിയേഴ്സും അതേപോലെ താഴെയുള്ള 3 സ്ഫിയേഴ്സുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കിട്ടുക. അപ്പോൾ 6 ഒരേ ലെയറിലുള്ള 6 സ്ഫിയേഴ്സും മുകളിലുള്ള 3 സ്ഫിയേഴ്സും താഴെയുള്ള 3 സ്ഫിയേഴ്സുമായിട്ട് കോണ്ടാക്റ്റിലാണ് അതിലെ ഒരു സിംഗിൾ സ്ഫിയർ എടുത്തു നോക്കിയാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ 12 ആണ് എന്ന് പറയുന്നത്. അത് HCP ആയാലും FCC ആയാലും കോർഡിനേഷൻ നമ്പർ ഈസ് 12 സെയിം ആണ് വരിക. നെക്സ്റ്റ് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽസ് നോക്കാം. അവിടെ നമ്മൾ ഫസ്റ്റ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് പറയുന്നത്. ഇതേപോലെ നമുക്ക് ബോഡി സെൻറ്റേർഡും ഫേസ് സെൻറ്റേർഡും പഠിക്കാനുണ്ട്. Packing efficiency is equal to volume occupied by all the spheres in the unit cell divided by total volume of the unit cell into 100. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുള്ളത് ഒരു സിമ്പിൾ ക്യൂബിൻ്റെയാണ്. അവിടെ നമുക്കറിയാം 8 സ്ഫിയേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. അതിൽ ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് A ആയിട്ട് കൺസിഡർ ചെയ്യാം. Let A be the edge length of the unit cell and R be the radius of the sphere. ഇതിലെ റേഡിയസ് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആയിട്ട് കൺസിഡർ ചെയ്യുക. ആസ് ദ സ്ഫിയർ ആർ ടച്ചിങ് ഈച്ച് അതർ. ഈ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഈ സ്ഫിയർ ഒന്നൊന്നിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. Therefore A is equal to 2R. ഇതിൻ്റെ റേഡിയസ് പ്ലസ് ഇതിൻ്റെ റേഡിയസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു A. സോ A is equal to 2R. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് പെർ യൂണിറ്റ് സെൽ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മളെ സിമ്പിൾ ക്യൂബിക്കിന് 1/8 × 8 ആണ് കിട്ടുക. കാരണം ഒരു സ്ഫിയറിൻ്റെ 1/8 പോർഷൻ മാത്രമേ ഒരു സെല്ലിൽ നമുക്ക് യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. അങ്ങനത്തെ 8 എണ്ണം കമ്പൈൻ ചെയ്യും. സോ 1/8 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. That means the number of spheres in the unit cell is equal to 1. Volume of the sphere is equal to 4/3 pi r cube. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. It will be equal to 4/3 pi r cube. And volume of the cube is equal to A cube. കാരണം ഒരു എഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് A ആണെങ്കിൽ വോളിയം ഓഫ് ദ ക്യൂബ് വിൽ ബി ഈക്വൽ ടു A ക്യൂബ്. ആൻഡ് A ഈസ് ഈക്വൽ ടു 2R. അപ്പോൾ നമ്മൾ 2R ഹോൾ ക്യൂബ് എന്ന് എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8R cube. Now, therefore, the fraction of the space occupied is equal to volume occupied by all the spheres in the unit cell divided by total volume of the unit cell ആണല്ലോ packing efficiency in the equation. So, that is equal to നമ്മൾ ചെയ്യേണ്ടത് volume occupied by all the spheres എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഫിയർ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 pi r cube ആണ്. So, 4/3 pi r cube divided by ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു A ക്യൂബാണ് ടോട്ടൽ വോളിയം എന്ന് വരുന്നത്. A എന്ന് പറയുന്നത് 2R ആണെങ്കിൽ 2R ക്യൂബ് എന്നെടുക്കും. ദാറ്റ് ഈസ് ഇക്വൽ ടു 8R ക്യൂബ്. സോ 4/3 pi r cube ഡിവൈഡഡ് ബൈ 8R ക്യൂബ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 0.524.
ഇൻറ്റു 100 ചെയ്യുക. അതിനെ 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 52.4% എന്ന് കിട്ടും. സോ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി ഈസ് 52.4%. അത് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണല്ലോ. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ ഷേപ്പാണിത്. 8 കോർണേഴ്സിൽ സ്ഫിയർ വരും. പോരാത്തതിന് ബോഡി ആ യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിലും സ്ഫിയർ വരും. ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ അതിൽ ട്രയാങ്കിൾ, നമ്മൾ കുറച്ച് ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുക. ഇൻ ട്രയാങ്കിൾ AFD, എ എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്, എഫ് എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്, ഡി എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. സോ ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു ട്രയാങ്കിൾ. സോ ഇൻ ട്രയാങ്കിൾ AFD ലെറ്റ് AD എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് ദ എഡ്ജ് ഓഫ് ദ യൂണിറ്റ് സെൽ. And let DF is equal to B ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. DF is equal to small letter B. And we know that ED എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ED എന്ന് പറയുന്നത് വീണ്ടും എഡ്ജ് ഓഫ് ദ യൂണിറ്റ് സെൽ ആണ് വരുന്നത്. ED is equal to EF, that is equal to A, edge length ആണിത്. So ED and EF both are equal to A. So now we can write, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് ട്രയാങ്കിൾ DEF കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും B² is equal to A² plus A², that is equal to 2A² എന്ന് കിട്ടും. Now let AF is equal to C. AF എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്, അതായത് ഡയഗണൽ ആയിട്ട് വരും. AF എന്ന് പറയുന്നത് C ആയിട്ട് കൺസിഡർ ചെയ്യാം. AF is equal to C. And we know that FD is equal to B. FD is equal to B ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ DF is equal to B ആണെന്ന് നേരത്തെ പറഞ്ഞതാണ്. And AD is equal to A. AD A ആവാനുള്ള കാരണം എന്താണ്? It is the edge length. Now C², ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ C² is equal to A² plus B². A² plus B². So C² is equal to A² plus B നെ നമ്മൾ നേരത്തെ പറഞ്ഞു B² is equal to 2A² ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. സോ B² is equal to 2A², ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ C² is equal to 3A² എന്ന് കിട്ടും. Or we can write C is equal to √3A. And we know that C is the body diagonal. C ആണ് ഇതിൻ്റെ ഡയഗണൽ ആയിട്ട് വരുന്നത്. As the sphere at the center touches the sphere at the corner, ഈ കോർണറിലുള്ള സ്ഫിയേഴ്സിനെ ടച്ച് ചെയ്തിട്ടാണല്ലോ ഈ സെൻറ്ററിലുള്ള സ്ഫിയർ നിൽക്കുന്നത്. സോ therefore the body diagonal AC is equal to 4R. കാരണം ഈ സ്ഫിയറിൻ്റെ ഒരു റേഡിയസ് R, പിന്നെ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് 2R, രണ്ട് റേഡിയസ് വരും 2R, ആൻഡ് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ആയ R, അപ്പം 4R വരും. സോ ദാറ്റ് C is equal to 4R. That is, we can write C is equal to 4R എന്ന് എഴുതി. സോ √3A is equal to 4R എന്ന് എഴുതാം. √3A is equal to 4R, കാരണം C is equal to 4R and C is also equal to √3A. Now from this equation we can write R is equal to √3/4A എന്ന് എഴുതാം, or A is equal to 4R/√3 എന്ന് എഴുതാം. A is equal to 4R/√3. Now volume of the unit cell is equal to A³. അത് സ്ഥിരം നമുക്കറിയുന്നതാണ്, എഡ്ജിൻ്റെ ക്യൂബാണ്. സോ A³. A എന്ന് പറയുന്നത് 4R/√3 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യൂബ് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4R/√3 ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 64R³ ഡിവൈഡഡ് ബൈ 3√3 എന്ന് കിട്ടും. Now the number of spheres in BCC, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, it is equal to 2. Therefore the volume of 2 spheres is equal to 2 into 4/3 πr³. ഇവിടെ 2 എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ BCC എങ്ങനെയാണ് 2 വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ കോർണേഴ്സിലും സ്ഫിയേഴ്സ് എന്ന് പറയുന്നത് 1/8 പോർഷനേ വരുന്നുള്ളൂ.
അങ്ങനത്തെ 8 എണ്ണം വരും. സോ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/8 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആറ്റം എന്ന് കിട്ടും, അല്ലെങ്കിൽ 1 സ്ഫിയർ ആണ് വരുന്നത്. പിന്നെ ബോഡിയിലത്തെ ഒരു സ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് ആ യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായിട്ട് വരും. സോ 1 + 1 2 അങ്ങനെയാണ് കിട്ടുന്നത്. സോ therefore the volume of 2 spheres is equal to 2 × 4/3 πr³. Now packing efficiency is equal to volume occupied by 2 spheres in the unit cell. 2 spheres ആണെന്ന് പറഞ്ഞു. 2 spheres in the unit cell divided by total volume of unit cell into 100. അത്രയും പെർസെൻറ്റേജ് ആണ് പാക്കിംഗ് എഫിഷ്യൻസി കിട്ടുക. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് വോളിയം occupied by 2 spheres is equal to 2 × 4/3 πr³ എന്ന് കിട്ടും, divided by total volume occupied by the unit cell that is equal to 4/√3 r³ into 100%. അപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 8/3 πr³ into 100 divided by 64/3√3 r³ that is equal to 68% എന്ന് കിട്ടും. സോ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 68% ആണ് വരുന്നത്. നെക്സ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ഫേസ് സെൻറ്റേർഡ്, അതിനെ തന്നെ നമുക്ക് CCP അല്ലെങ്കിൽ HCP എന്ന് വിളിക്കാം. So let R be the radius of the sphere and A be the edge length of the cube. As there are 4 spheres in FCC. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ 4 സ്ഫിയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. Therefore the volume of 4 spheres is equal to 4 × 4/3 πr³. In FCC, the corner spheres are in touch with the face-centered spheres. Therefore, the face diagonal AD is equal to 4 times the radius of the sphere. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഫേസ് ഡയഗണൽ ഈ ഒരു കേസിൽ ഡയഗണൽ AD ആണ് എടുക്കുന്നത്. ഇവിടെ ഡയഗണൽ AC ആണ് എടുക്കുന്നത്. ഈ ഒരു കേസിൽ AC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 4r. കാരണം ഈ സ്ഫിയറിൻ്റെ റേഡിയസ് പ്ലസ് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് 2r വരും, ആൻഡ് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ആയ ആറും വരും. അങ്ങനെ 4r വരും. സോ AC is equal to 4r. But from right angled triangle ACD, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ACD കൺസിഡർ ചെയ്യുമ്പോൾ we know that AC is equal to root of AD square plus DC square. That is equal to AD square എന്ന് പറയുന്നത് A ആണ്, DC എന്ന് പറയുന്നതും A ആണ്. So we can write root A square plus A square. That is equal to root 2A, or 4r is equal to root 2A എന്ന് വിളിക്കാം. Or we can say A is equal to 4r by root 2, or it is equal to 2 root 2r. Therefore, the volume of the cube is equal to A cube ആണ്. എൻ്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, 2 root 2r. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുക്കുക, 2 root 2r whole cube എന്ന് എടുക്കാം. That is equal to A cube or volume of the cube. Now packing efficiency is equal to volume occupied by 4 spheres in the unit cell divided by total volume of the unit cell into 100. That is equal to 4 × 4/3 πr³ into 100 divided by 2 root 2r whole cube. That is equal to 16/3 πr³ into 100 divided by 16 root 2r³. That is equal to 74%. അപ്പോൾ നമ്മൾ 3 യൂണിറ്റ് സെല്ലിൻ്റെയും പാക്കിംഗ് എഫിഷ്യൻസി കണ്ടു. അതിൽ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, ദാറ്റ് ഈസ് 52.4%. സെക്കൻഡ് വൺ ഈസ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസി മറ്റേ നമ്മുടെ സിമ്പിൾ ക്യൂബിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, ദാറ്റ് ഈസ് 68%. ആൻഡ് ഫൈനലി ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 74% ആണ്. സോ ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത് HCP ഓർ CCP, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിലാണ് ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി വരിക. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനാണ്. ആൻഡ് തേർഡ് പൊസിഷൻ ഈസ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ.
Now unit cell dimensions. Suppose the edge of unit cell of a cubic crystal determined by X-ray diffraction is A, D is the density of the solid substance and M is the molar mass, then in case of cubic crystal, volume of the unit cell is equal to A cube, mass of the unit cell is equal to number of atoms in the unit cell into mass of each atom. That is equal to Z into M. Z എന്ന് പറയുന്നത് number of atoms in the unit cell നെയാണ് denote ചെയ്യുന്നത്. Mass of each cell is equal to M. അത് Z into M is equal to mass of the unit cell. Here Z is the number of atoms present in one unit cell and M is equal to mass of a single atom. Therefore, mass of an atom present in the unit cell is equal to mass M is equal to M by Na, where M stands for molar mass and Na stands for Avogadro number. അപ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ എമ്മിനെ എം ബൈ ക്യാപിറ്റൽ എം ബൈ എൻ എ ആക്കി എഴുതുകയാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ കാണാവുന്നതാണ്. അതിൻ്റെ ഇക്വേഷനാണ് പറയുന്നത് മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ നമ്മളിപ്പോൾ പറഞ്ഞു Z ഇൻറ്റു എം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം, ദാറ്റ് ഈസ് Z ഇൻറ്റു എം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എ ക്യൂബാണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എം Z ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ എ ക്യൂബാണ് ആദ്യം നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ആ സ്മോൾ എമ്മിനെ എം ബൈ എൻ എ, ഇപ്പം നമ്മളൊരു ഇക്വേഷൻ കണ്ടുവല്ലോ, എം ബൈ എൻ എ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് Z ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ എന്ന രൂപത്തിൽ ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ കിട്ടുക. സോ ഇതിൽ നമുക്ക് ടോട്ടൽ 5 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഡെൻസിറ്റി, Z, M, എ ക്യൂബ് ആൻഡ് അവഗാഡ്രോ നമ്പർ. ഇതിൽ ഏതെങ്കിലും 4 തന്നിട്ടുണ്ടായിരിക്കും. അതിൽ 5ാമത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം വിത്ത് ദിസ് ഇക്വേഷൻ. ഇത് ഇക്വേഷനിൽ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ പാരാമീറ്റർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഡിസ്കഷൻ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കണം.